പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തിയ എക്കാലത്തെയും വലിയ ദുരന്ത ചിത്രം. 1993 സിബി മലയിൽ സംവിധാനം ചെയ്ത ആകാശദൂത്. ഈ സിനിമയിലെ മാധവിയുടെ പ്രകടനം ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഈ ശക്തമായ കഥാപാത്രം ചെയ്യാൻ ആദ്യം ക്ഷണിച്ചത് മാധവിയെ ആയിരുന്നില്ല. ഈ റോൾ വേണ്ടെന്ന് വെച്ച, അല്ലെങ്കിൽ ഡേറ്റ് ക്ലാഷ് കാരണം പിന്മാറിപ്പോയ മുൻനിര നടിമാർ ആരൊക്കെയായിരുന്നു? ആകാശദൂതിന്റെ കാസ്റ്റിംഗ് ടേബിളിൽ സംഭവിച്ച ആ അറിയാക്കഥകളാണ് ഇന്ന് കാസറ്റ് പടം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത്. സിബി മലയിൽ ആദ്യം നായികയായി മനസ്സിൽ കണ്ടത് അക്കാലത്ത് മലയാളത്തിൽ തിളങ്ങിനിന്ന താരത്തെയായിരുന്നു. അത് മറ്റാരുമല്ല, നടി ഗീത. സിനിമയുടെ ക്ലൈമാക്സ് സീനുകളടക്കം കേട്ട ഗീതയ്ക്ക് കഥാപാത്രത്തെക്കുറിച്ച് പൂർണ്ണ തൃപ്തിയുണ്ടായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ഗീത ഈ വേഷം ഒഴിവാക്കാൻ ഒരു കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മറ്റൊന്നുമല്ല, ഡേറ്റ് ക്ലാഷ്. പല സിനിമകൾക്ക് മുൻകൂട്ടി ഡേറ്റ് നൽകിയിരുന്നതിനാൽ ആകാശദൂതിന്റെ ഷൂട്ടിംഗ് തീയതികളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഗീതയ്ക്ക് സാധിച്ചില്ല. അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഈ ഐക്കോണിക് കഥാപാത്രം കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഗീതയ്ക്ക് ശേഷം തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫും സിബി മലയിലും ചേർന്ന് മറ്റു മുൻനിര നടിമാരെയും സമീപിച്ചു. എന്നാൽ ഈ കഥാപാത്രം ആവശ്യപ്പെടുന്ന വൈകാരിക തീവ്രത കാരണം പലരും ഈ വേഷം ചെയ്യാൻ മടിച്ചു. 4 കുട്ടികളുടെ അമ്മ, മരണാസന്നയായി ജീവിക്കുന്ന സ്ത്രീ. ഈ റോൾ തങ്ങളുടെ ഇമേജിന് ദോഷമാകുമോ എന്നും ചിലർ ഭയപ്പെട്ടു. ആ സമയത്താണ് പ്രൊഡക്ഷൻ ടീം നടി മാധവിയെ സമീപിക്കുന്നത്. താരതമ്യേന തിരക്ക് കുറഞ്ഞിരുന്ന മാധവി കഥാപാത്രത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഈ വെല്ലുവിളി നിറഞ്ഞ വേഷം ഏറ്റെടുത്തു. ഈ സിനിമയിൽ മാധവിക്ക് വേണ്ടി സംസാരിച്ചത് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലി ആയിരുന്നു. മാധവിയുടെ അഭിനയ മികവും ആനന്ദവല്ലിയുടെ ശബ്ദത്തിന്റെ വൈകാരികതയും ചേർന്നപ്പോൾ ആനി എന്ന കഥാപാത്രം മലയാള സിനിമയുടെ നോവായി മാറി. ഗീത വേണ്ടെന്ന് വെച്ച വേഷത്തിന് മാധവിക്ക് മികച്ച 2ാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു എന്നതും ചരിത്രം.